നടക്കാൻ നന്നേ പാടായിരുന്നു. ആരോ പന്നിക്ക് വെച്ച കെണിയിൽ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയതാണ്. ദിവസങ്ങളോളം ഇவ்விதം തെരുവിലൂടെ നടന്നു. ഒടുവിൽ വലയും തോട്ടിയുമെല്ലാമായി കുറ്റ്യാടിയിലെ ജനകീയ ദുരന്ത നിവാരണ സേന ഇറങ്ങി. കുരുങ്ങിയ കേബിൾ എടുത്തുമാറ്റി മുറിവിൽ മരുന്ന് വെച്ചു. നായ സ്വതന്ത്രമായി. 3-4 പ്രാവശ്യം നായ ഇങ്ങനെ വന്നു പോകുന്നു. കമ്പി ഉണ്ടതിന് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി നായി. ഭയങ്കര സ്മെല്ലായിട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എൻ്റെ പോലെ അതിനെ രക്ഷപ്പെടുത്തി അതിന് വേണ്ട ചികിത്സ എല്ലാം ചെയ്ത് സുന്ദരമായി നായ അങ്ങ് നടന്നുപോയി. ഇത്തരത്തിൽ പരിക്കേറ്റ 5ാമത്തെ തെരുവ് നായയെയാണ് കുറഞ്ഞ കാലത്തിനുള്ളിൽ ജനകീയ സേന രക്ഷപ്പെടുത്തിയത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അനൂപ്ദാസിൻ്റെ ഒപ്പം അനൂപ്, ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷം തോന്നുന്ന വാർത്തയാണ്. കാരണം മിണ്ടാപ്രാണികൾ എന്ന് നമ്മൾ പറയാറുണ്ട്, ഒന്നും പറയാൻ അറിയാത്തവർ. അത് പന്നിക്ക് വെച്ച കെണിയായാലും കുടുങ്ങിപ്പോയാലോ, അതിൽ ഈ ജനകീയ സമിതിയുടെ ഇടപെടൽ അത് അഭിനന്ദനാർഹം തന്നെയാണ്. അനൂപ്, ശരിയാണ് മൂർത്തി, ഒരുപാട് സന്തോഷമുള്ള വാർത്തയാണ്. ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത മറ്റ് 2 വാർത്തകളും, ഒന്ന് ഒരു മോഷണത്തിൻ്റെ കവർച്ചയുടെ വാർത്തയാണ്, രണ്ടാമത്തേത് ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയാണ്. പക്ഷേ മൂന്നാമത്തെ ഈ വാർത്തയിലേക്ക് വരുമ്പോൾ അതൊരു സന്തോഷം നൽകുന്നതാണ്. കാര്യം ദിവസങ്ങളോളം കാലിലൊരു കുരുക്കുമായി ഇനി വലിയ മുന്നോട്ടെങ്ങനെ പോകും എന്ന് വലിയ പ്രയാസത്തോടെ നടന്ന ഒരു മിണ്ടാപ്രാണി, അതിനെ രക്ഷപ്പെടുത്തണം, അതിൻ്റെ വഴിക്ക് വിട്ടാൽ മതിയായിരുന്നു ആളുകൾക്ക്. പക്ഷേ അങ്ങനെയല്ല, അതും നമ്മുടെ ഒരു സഹജീവിയാണ്, രക്ഷിക്കണം എന്ന ചിന്തയോടുകൂടി ഇടപെട്ട കുറ്റ്യാടിയിലെ ജനകീയ സേന, അവരാണ് ഹീറോകൾ. ഇത് നമ്മൾ കണ്ട കാഴ്ച മാത്രമാണ്, നമ്മൾ കാണാത്ത നേരത്തെയും 4 ഇതേപോലെ ദുരിതം അനുഭവിച്ച 4 തെരുവ് നായ്ക്കൾ അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കുറേ റിസ്ക്കാണ്. തെരുവ് നായ്ക്കൾ ഒരു പക്ഷേ അതിനെ ആക്രമിക്കാനെന്ന് കരുതി അത് തിരിച്ചാക്രമിച്ചേക്കാം. അതൊക്കെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ധൈര്യത്തോടെ സഹാനുഭൂതിയോടെ ഇടപെട്ട് ഈ തെരുവ് നായ്ക്ക് ഒരു സഹായം, സംരക്ഷണമെല്ലാം നൽകിയ ഈ ജനകീയ സേന, അവർ ഈ പ്രവർത്തനം തുടരട്ടെ, ഇനിയും മിണ്ടാപ്രാണികളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.